മാങ്ങക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉമ്മ ഫ്രോസൺ ചെയ്ത് വെച്ച നല്ല നാടൻ മാങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്ത് അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അതിനായിട്ട് നമുക്ക് ഒരു മൺചട്ടി എടുക്കാം. നല്ല ഫ്രോസൺ ചെയ്ത മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മൺചട്ടിയിലിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുള്ളൂ. ശേഷം നന്നായിട്ട് വരയിട്ട് കൊടുക്കാം. പൊതുവെ തൊലി എടുത്ത് കളയാറുണ്ട്. ഈ തൊലി നല്ല ടേസ്റ്റ് ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ തൊലിയൊന്നും കളയുന്നില്ല. ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മളിതിന് നാടൻ മാങ്ങ നട്ടോ ഇവിടെ പറയാറ്. ആവശ്യത്തിന് വെള്ളം ചേർത്തു, 2 ചീനമുളക് കീറിയിട്ട് കൊടുത്തു. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു അച്ച് ശർക്കരയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ ഒരു അച്ച് ശർക്കര അത്ര മധുരം കൂട്ടുന്നതൊന്നുമല്ല, മധുരവും പുളിയും എരിവും എല്ലാം ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓണാക്കി ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. തൊലിയുള്ള മാങ്ങയ്ക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. തൊലി ഇല്ലാത്തതാണെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി 1 കപ്പ് തേങ്ങ എടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം മാങ്ങ നന്നായിട്ട് വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ നീരിലിറങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ജാറിൽ അരച്ച് വെച്ച തേങ്ങയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഒരു പാക്കറ്റ് തൈര്, അതായത് ഒരു 1.5 കപ്പുണ്ട്, അത് മിക്സിയിലെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നു. എന്നിട്ട് ശേഷം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിള കണ്ടതും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മൺചട്ടിയുടെ ചൂടുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വറവെടുക്കാം. അതായത് ഒരു പാൻ എടുക്കുക, അതിൽ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു, കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചു. ഇനി വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും അതും കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.